അവർ പറയുന്നത് മോഹൻലാലിനെ പോലെ ഒരു സൂപ്പർ ഹീറോ വന്നിട്ട് എന്നെ കൊന്നോളൂ തല്ലിക്കോളൂ എന്ന് പറയുന്നിരിക്കുന്നത് പ്രേക്ഷകർ അംഗീകരിക്കില്ല എന്നൊരു. അതിന് ലോഹിതദാസ് പറഞ്ഞ മറുപടി, എൻ്റെ നായകന്മാർ പരാജിതരാണ്, തോൽക്കുന്നവരാണ്. ഇയാൾ 12 സീന് വിട്ടിട്ട് എഴുതി തരുന്നു. ഇത് ഞാൻ പോയിട്ട് കോസ്റ്റ്യൂമറുടെ പെട്ടിയുടെ മുകളിൽ വെച്ച് ബാക്കിയുള്ളവർ ഊണ് കഴിക്കുകയാണ്. കോപ്പി എടുത്തൊരു സാറ് വന്നിട്ട് നോക്കി ഈ 11 സീനിൽ എന്തൊക്കെ സംഭവിക്കുന്നു, കഥ എന്തുമാത്രം വളർന്നിരിക്കുന്നു. അതിന് മുമ്പുള്ള ഒരു ഈ ചെയ്തുള്ളൊരു അതാണ് ഞാൻ ആ ഒരു കൂട്ടായ്മ, ഒരു കംഫർട്ട് സോൺ ഉണ്ട്. സാർ എന്നോട് പറഞ്ഞിരുന്നു, അതായത് ഇതുവരെ നിന്നെ ആർക്കും അങ്ങനെ വലുതായിട്ട് അറിയില്ല, നീ അങ്ങനെ ഒരു അറിയപ്പെട്ട് വന്നിരുന്നെങ്കിൽ ഒരുപക്ഷെ നിന്നെ ഞാൻ കാസ്റ്റ് ചെയ്യില്ലായിരുന്നു. പരിചിതമായ ജീവിത പരിസരങ്ങളിൽ നിന്നും പരാജിതരായ മനുഷ്യരെ ഒരു ഭൂത കണ്ണാടിയിലെന്ന പോലെ അയാൾ നമുക്ക് മുന്നിൽ ഇത്തിരി വലിപ്പത്തോടെ തന്നെ നിർത്തി. ബൗദ്ധിക വ്യായാമങ്ങൾ എഴുത്തിന്റെ പടിപ്പുരയ്ക്ക് പുറത്തു നിർത്തിയ ചുറ്റുമുള്ള ഓരോ സാധാരണക്കാരനോടും ലോഹ്യം പറഞ്ഞ എത്രയോ തനിയാവർത്തനങ്ങൾ അദ്ദേഹം മലയാളിക്ക് സമ്മാനിച്ചു. കിരീടവും ചെങ്കോലും നഷ്ടപ്പെട്ടപ്പോഴും, കന്മതങ്ങൾക്കായി താഴ്വരകളിൽ ചേക്കേറിയപ്പോഴും, കണ്ണീരുപ്പ് കലർന്ന മിഴികളുമായി തിരശീലയിൽ നമ്മെ വരവേറ്റപ്പോഴും അയാളുടെ നായകന്മാർക്കായി ക്ലാസും മാസും ഒരുപോലെ കൈയടിച്ചു. മേലെടുത്ത് രാഘവൻ നായരും സേതുമാധവനും ബാലന്മാഷും ഭാനുവും റോയിയും ആന്റണിയും അലിയാരും ചന്ദ്രുവും സരോജിനിയും കല്ലിയൂർ ഗോപിനാഥനും വാറുണ്ണിയും വിദ്യാധരനും ബാബുവും ശശികുമാറും തുടങ്ങിയ എത്രയെത്ര കഥാപാത്രങ്ങൾക്കാണ് അദ്ദേഹം വിജയജാതകം എഴുതിവെച്ചത്. കഥകളുടെ എഴുതാപ്പുറങ്ങൾ ബാക്കിയാക്കി കാലമെന്ന സൂത്രധാരൻ പൊടുന്നനെ മടക്കി വിളിച്ച അനശ്വരനായ ചലച്ചിത്ര പ്രതിഭ. ഓർമ്മകളിൽ എന്നും ലോഹിതദാസ്. ചോക്കുമലയിൽ ഇരിക്കുന്നവൻ ഒരു ചോക്ക് കഷ്ണം അന്വേഷിച്ചു പോയ കഥയുണ്ട്. നിന്റെ എല്ലാ സങ്കടങ്ങളും തീർക്കുമെന്ന് പ്രതീക്ഷിക്കാം. പ്രതീക്ഷകളാണല്ലോ നമ്മളെയൊക്കെ ജയിപ്പിക്കുന്നത്. ഒന്നാന്തരം തിരക്കഥകൾ എഴുതിയിരുന്ന തോപ്പിൽ ഭാസിയും പത്മരാജനൊക്കെ നമ്മളെ വിട്ടു പോയി. MTയും ടീതാമരനൊക്കെ വല്ലപ്പോഴും മാത്രമേ എഴുതുന്നുള്ളൂ. വാണിജ്യപരതയും കലാമൂല്യവും കൂട്ടിമുട്ടാത്ത രണ്ട് പാളങ്ങൾ പോലെ, അല്ലെങ്കിൽ വല്ലപ്പോഴും മാത്രം കൂട്ടിമുട്ടിയിരുന്ന അവസ്ഥയിൽ കിലോമീറ്ററുകളോളം യാത്ര ചെയ്ത മലയാള സിനിമയിൽ മധ്യവർത്തി സിനിമകൾക്ക് തുടക്കം കുറിച്ചത് ഒരുപക്ഷെ പത്മരാജൻ, ഭരതൻ തുടങ്ങിയ പ്രതിഭകളാണ്. അതിനുശേഷം 80കളുടെ തുടക്കത്തിൽ വലിയ കലാമൂല്യമുള്ള ചിത്രങ്ങൾ തന്നെ ഏറ്റവും വലിയ ജനപ്രീതിയുള്ള ചിത്രങ്ങളാക്കി മാറ്റാം എന്ന് നമുക്ക് കാണിച്ചു തന്ന സംവിധായകരുടെ എണ്ണത്തിൽ പ്രഥമഗണനീയൻ. മലയാളി എന്നും ഓർക്കുന്ന, ഓമനിക്കുന്ന, സ്നേഹിക്കുന്ന, ആരാധിക്കുന്ന നിരവധി ചിത്രങ്ങൾ നമുക്ക് സമ്മാനിച്ച നമ്മുടെ എക്കാലത്തെയും പ്രിയപ്പെട്ട സംവിധായകൻ, സ്നേഹപൂർവ്വം ഓർമ്മയിലെന്നും എന്ന ഈ പരിപാടിയുടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ബഹുമാനത്തോടെ സിബി മലയിൽ സാർ. സാർ, സ്വാഗതം നമ്മുടെ ഷോയിലേക്ക്. ലോഹിതദാസ് സാറിനെ കുറിച്ച് ഇത്തരത്തിലൊരു എപ്പിസോഡ് ചെയ്യുമ്പോൾ തീർച്ചയായും ആദ്യം വരേണ്ട ഒരാൾ സിബി മലയിൽ സാർ തന്നെയാണ്. ശ്രീനേട്ടൻ എഴുതിയ, പ്രിയദർശൻ സാർ എഴുതിയ സിനിമകളൊക്കെ സംവിധാനം ചെയ്യുന്നതിനിടയിൽ ലോഹിതദാസ് എന്നൊരു പുതിയ എഴുത്തുകാരനെ മലയാള സിനിമയിലേക്ക് തനിയാവർത്തനത്തിലൂടെ കൊണ്ടുവന്നത് സിബി സാർ ആയിരിക്കും. ചിലപ്പോൾ മറ്റെവിടെയെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും തീർച്ചയായും എങ്ങനെയായിരുന്നു ആദ്യത്തെ ഒരു കാണൽ, എങ്ങനെയായിരുന്നു ലോഹിതദാസ് സാറ് സിനിമയിലേക്ക് വന്നത്? എൻ്റെ ഒരു അറിവിൽ അദ്ദേഹം നാടക പ്രവർത്തകനായിരുന്നു എന്നാണ് ഞാൻ അറിഞ്ഞിട്ടുള്ളത്. അതെ, സിന്ധു ശാന്തമായി ഒഴുകുന്നു എന്ന് മറ്റു പറയുന്നൊരു നാടകത്തിന് സംസ്ഥാന പുരസ്കാരം നേടിയിരിക്കുന്നു. അതിനുശേഷമാണ് സിനിമയിലേക്ക് വന്നത്. സാർ എങ്ങനെയാണ് ലോഹി സാറിനെ കണ്ടെത്തിയത്? ലോഹിയെക്കുറിച്ച് എൻ്റെ അടുത്ത് ആദ്യം പറയുന്നത് തിലകൻ ചേട്ടനാണ്. അതിനു മുമ്പ് ഞാൻ ചെയ്ത രാരീരം എന്ന സിനിമയിൽ തിലകൻ ചേട്ടനൊരു ചെറിയ വേഷത്തിൽ ചെയ്തിരുന്നു. അതിന് ഡബ്ബിങ് കഴിഞ്ഞിട്ട് അദ്ദേഹം ഡബ്ബിങ് തിയേറ്ററിൽ നിന്ന് പുറത്ത് വന്നിട്ട് അദ്ദേഹം ആ ഡബ്ബ് ചെയ്ത ഭാഗം വെച്ചിട്ട് എൻ്റെ വർക്കിനെ കുറിച്ചുള്ളൊരു അപ്രീസിയേഷൻ പറയുന്ന കൂട്ടത്തിൽ പറഞ്ഞു, നിങ്ങൾക്ക് പറ്റിയൊരു എഴുത്തുകാരനെ ഞാൻ പരിചയപ്പെടുത്താം, നാടകം എഴുതുന്ന ആളാണ്, നിങ്ങളുടെ നമ്പറിലേക്ക് വിളിക്കാൻ പറയാമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് 2 ആഴ്ച കഴിയുമ്പോഴത്തേക്ക് ലോഹി എന്നെ വിളിക്കുകയാണ് എൻ്റെ ലാൻഡ് ഫോണിലേക്ക്. അപ്പോൾ ഞാൻ ലോഹിയെടുത്ത് പറഞ്ഞു, ഞാൻ 2 ആഴ്ച കഴിയുമ്പോൾ ഞാൻ
പാലക്കാട് ഒരു സിനിമയുടെ ഡിസ്കഷന് വേണ്ടി വരുന്നുണ്ട്, അപ്പോൾ അവിടെ വന്ന് കണ്ടോളാൻ പറഞ്ഞു. അങ്ങനെ പാലക്കാട് വന്നാണ് ലോഹി എന്നെ കാണുന്നത്. പാലക്കാട് ഇന്ദ്രപ്രസ്ഥ ഹോട്ടലിൽ ഞാനും ശ്രീനിയുമായിട്ട് വേറൊരു ഡിസ്കഷൻ ഇരിക്കുകയായിരുന്നു. അപ്പം ഞാൻ ആ റൂമിലേക്ക് അദ്ദേഹം ആ ഹോട്ടലിലേക്ക് എന്നെ കാണാൻ വരുന്നു. അദ്ദേഹം അന്ന് വന്ന ആ ആദ്യ കാഴ്ചയിൽ തന്നെ എന്നോട് ഒരു 3 കഥകളാണ് പറയുന്നത്. 3 കഥ പറഞ്ഞു? 3 കഥകൾ. ഒന്ന് പറഞ്ഞു, അത് കഴിഞ്ഞ് ഒന്നുകൂടെ ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ 3 കഥകൾ ഒരുപാട്. ആദ്യം പറയുന്ന ആധാരം എന്ന പേരിൽ പിന്നീട് വന്ന സിനിമയുടെ കഥ, പിന്നീട് മഹായാനം, അങ്ങനെ 3 കഥകൾ ഒരുമിച്ച് പറഞ്ഞു. ഇപ്പം 3 നമ്മളെ ഏതാണ് നമുക്ക് തിരഞ്ഞെടുക്കേണ്ടതെന്ന് അറിയാത്ത വിധത്തിൽ 3 ഒരേപോലെ ഇഷ്ടപ്പെടുന്ന കഥകളായിരുന്നു. 3 സിനിമയായി കാലത്തിൽ. അതെ. അപ്പോൾ പിന്നീട് അദ്ദേഹം ഞാൻ അന്ന് ശ്രീനിയുമായിട്ടുള്ള ആ സിനിമയുടെ പ്രോജക്റ്റ് മുന്നോട്ട് പോകുന്ന സമയത്ത് ഞാൻ പറഞ്ഞു നമുക്ക് ഇത് കഴിഞ്ഞൊരു പ്രോജക്റ്റിലേക്ക് ചെയ്യാമെന്ന് തോന്നി. പക്ഷേ ശ്രീനിയുമായിട്ടുള്ള പ്രോജക്റ്റ് പിന്നെ സംഭവിച്ചില്ല. അതിൻ്റെ പ്രൊഡ്യൂസറുടെ ഭാഗത്തു നിന്നൊക്കെ ഉള്ള ചെറിയ പിന്മാറ്റങ്ങളൊക്കെ ഉണ്ടായി. ഞാൻ പിന്നീട് ശ്രീ മമ്മൂട്ടി എൻ്റെ അടുത്തേക്ക് 2 എഴുത്തുകാരെ പറഞ്ഞു വിട്ടു. അവർ പറഞ്ഞ കഥയിൽ ഒരു കഥാപാത്രം മമ്മൂട്ടിക്ക് താല്പര്യമുണ്ട്. ഒരു ഭ്രാന്തിൻ്റെ അവസ്ഥയിലൊക്കെ കൂടെ പോകുന്നൊരു കഥാപാത്രമായിരുന്നു. ആ കഥാപാത്രം ഇഷ്ടപ്പെട്ടുകൊണ്ട് മമ്മൂട്ടി എൻ്റെ അടുത്ത് പറഞ്ഞു, ഈ കഥയൊന്ന് കേട്ടു നോക്ക്, താല്പര്യമുണ്ടെങ്കിൽ നമുക്ക് സിനിമയാക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ അവർ വന്നു, അവരുടെ കഥ കേട്ടു. പക്ഷേ ആ കഥ എനിക്ക് അങ്ങോട്ട് കൺവിൻസ് ആയിട്ട് എന്നെ കൺവിൻസ് ചെയ്യാൻ പറ്റില്ല കഥ കൊണ്ട്. അപ്പോൾ പക്ഷേ മമ്മൂട്ടി അതിനകത്ത് വല്ലാതെ ഇൻവോൾവ്. എനിക്ക് അങ്ങനെ ഒരു ക്യാരക്ടർ ചെയ്യണമെന്നുള്ളൊരു ആഗ്രഹം മമ്മൂട്ടി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു. അപ്പോൾ ഞാൻ ഈ കഥയൊന്ന് ശരിയാക്കാൻ പറ്റുമോ എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് എന്നെ അന്ന് വന്ന് കണ്ട ഇയാളുടെ ഓർമ്മ വരുന്നത്. അങ്ങനെ ഞാൻ അയാളെ അന്വേഷിച്ചിട്ട്, ഇയാളുടെ വീടറിയില്ല, ചാലക്കുടി ഭാഗത്തുള്ളൊരു നാടകക്കാരെന്ന് മാത്രമേ അറിയാവുള്ളൂ. അപ്പം ഞാൻ എൻ്റെ പ്രൊഡ്യൂസറുമായിട്ട് ഒരു വൈകുന്നേരം, അടുത്ത ദിവസം വിഷുവാണ്, അപ്പം പ്രൊഡ്യൂസർക്ക് അന്ന് രാത്രി ശബരിമലയ്ക്ക് പോകണം. അതിനു മുമ്പ് ഇയാളെ കണ്ട് പിടിച്ചാൽ ഈ പ്രോജക്റ്റ് മുന്നോട്ട് പോകും. അങ്ങനെ ഒരു കാറിൽ ഞങ്ങൾ ചാലക്കുടി ഭാഗത്തേക്ക് പോയി. ചാലക്കുടി അടുക്കാറായപ്പോഴത്തേക്ക് ഒരു മുറുക്കാങ്കടയിൽ നിർത്തി ചോദിച്ചു, ഈ നാടകമൊക്കെ എഴുതുന്ന ലോഹിതദാസിൻ്റെ വീട് എവിടെയാണ്? അപ്പോൾ അവർ പറഞ്ഞു, കുറച്ചുകൂടെ അങ്ങോട്ട് പോയി ഒരു പേഴ്സൺ ഡിസ്റ്റിലറി കാണും, അതിൻ്റെ ഓപ്പോസിറ്റ് ഒരു വഴിയുണ്ട്, മുരിങ്ങൂർ എന്ന സ്ഥലത്തിൻ്റെ പേര്. അങ്ങോട്ട് കയറുമ്പോൾ വലതുവശത്ത് ഒരു കലുങ്ക് കാണും, ആ കലുങ്കിൽ അയാളുടെ വീട് അതിന് മുമ്പിലാണെന്ന് പറഞ്ഞു. ഞാൻ അവിടെ ചെല്ലുമ്പോൾ ഈ കലുങ്കിൽ 2 പേര് ഇരിപ്പുണ്ട്. അപ്പോൾ ഇരുട്ട് വീണ് തുടങ്ങി. അപ്പോൾ അവിടെ ഇരിക്കുന്ന ഒരാൾ ഞങ്ങളെ വണ്ടി കൊണ്ട് നിർത്തി പറഞ്ഞ് ഇറങ്ങി വാടാന്ന് പറഞ്ഞു. ഒരു വെള്ള അംബാസഡർ. അപ്പം ഞാൻ എൻ്റെ പ്രൊഡ്യൂസർ ഇയാളെന്ന് അങ്ങനെ വിളിക്കുന്നതെന്ന് വെച്ചു. ഞങ്ങൾ തമ്മിൽ മുഖമ്പത്തോട് കാണാനുള്ളൊരു അടുത്തെത്തിയിട്ടില്ല. അപ്പം ഞാൻ ഇറങ്ങി കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് അയ്യോ സാറായിരുന്നു. ഞാൻ എൻ്റെ ഒരു കൂട്ടുകാരൻ ഒരു വെള്ള അംബാസഡറുണ്ട്, അയാൾ വരുമെന്ന് വിചാരിച്ചിട്ട് അയാളെ വെയിറ്റ് ചെയ്ത് തുടങ്ങി. അപ്പോൾ അദ്ദേഹത്തെ കാണുകയും ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു, ഇതാണ് ആവശ്യം, ഇപ്പം തന്നെ എൻ്റെ കൂടെ ഒന്ന് എറണാകുളത്തേക്ക് വരണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഒരുമിച്ചു. അദ്ദേഹം പെട്ടിയും 5-6 ദിവസത്തേക്കുള്ള തുണിയൊക്കെ എടുത്തിട്ട് വന്നതാണ്. അങ്ങനെ എറണാകുളത്തേക്ക് വന്ന് ഹോട്ടലിൽ ഇരുന്നിട്ട് ഞാൻ പറഞ്ഞു, ഇങ്ങനെ ഒരു കഥയാണ് എൻ്റെ കയ്യിലുണ്ട്, പക്ഷേ അത് എനിക്കിപ്പോൾ തൃപ്തികരമായ ഒരു രീതിയിലല്ല ഉള്ളത്, അതൊന്ന് മാറ്റി ശരിയാക്കി തരാൻ പറ്റുമെന്ന് ചോദിച്ചു. അപ്പോൾ പുള്ളി ആ കഥ കേട്ടിട്ട് പറഞ്ഞു, ഇതിനൊന്നും ചെയ്യാനില്ല. കാരണം ഇത് എനിക്ക് ശരിയാക്കാൻ പറ്റുന്നൊരു കഥയല്ല, പക്ഷേ എൻ്റെ കയ്യിൽ ഇത്തരം ഒരു കഥാപാത്രമുണ്ട്, അത് വെച്ചൊരു കഥ നമുക്ക് ഉണ്ടാക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു രാത്രിയും പകലും കൊണ്ട് അദ്ദേഹം ആലോചിച്ചെടുത്തിട്ട് അടുത്ത് പറഞ്ഞ കഥയാണ് തനിയാവർത്തനമായി മാറിയത്. ബാലമാഷ് എന്ന കഥാപാത്രം ആ വെള്ള അംബാസഡറിൽ കലിങ്കിൽ നിന്ന് ഇറങ്ങി കയറി ഉടുപ്പെടുത്ത് കുപ്പായമെടുത്ത് വന്നത് പിന്നീട് മലയാള സിനിമയിലെ ഒരുപാട് നല്ല ചിത്രങ്ങൾ, ഒരുപാട് കഥാസന്ദർഭങ്ങൾ, കഥാപാത്രങ്ങൾ, കഥാപശ്ചാത്തലങ്ങളെല്ലാം നമുക്ക് സമ്മാനിച്ച ഒരു വലിയ എഴുത്തുകാരനാണ്, സംവിധായകനാണ്. ആ സംവിധായകൻ മലയാള സിനിമയിലേക്ക് കടന്നു വന്ന ഓർമ്മകളാണ് നമ്മളിപ്പോൾ കേട്ടത്. നമുക്ക് കൂടുതൽ കേൾക്കാം. ഓർമ്മയിൽ നിന്നും ലോഹിതദാസ്, സിബി മലയിൽ സർ. സാർ, പിന്നീട് ഈ ലാലേട്ടൻ ഈ നാടുവാഴികൾ പോലെയുള്ള പടമൊക്കെ ഇറങ്ങിയിട്ട് വളരെ സൂപ്പർ സ്റ്റാറായിട്ട് അദ്ദേഹത്തിൻ്റെ ഇമേജ് ഒരു നല്ല സ്റ്റാർഡത്തിൽ വന്ന് നിൽക്കുന്ന സമയത്താണ് കിരീടം എന്ന് പറയുന്ന സിനിമ വരുന്നത്. അപ്പം സിനിമയുടെ ഒരു ഇക്വേഷനിൽ നമ്മൾ എപ്പോഴും കാണുന്നത് ഹീറോ ജയിക്കുന്നതാണ്, അല്ലെങ്കിൽ ഹീറോ എല്ലാ തിന്മകളെയും അവസാനിപ്പിക്കുന്നിടത്ത് ആ സിനിമ തീരും. വേണമെങ്കിൽ കീരിക്കാടൻ ജോസിനെ വിജയകരമായി അവസാനിപ്പിക്കുന്നിടത്ത് കിരീടത്തിലെ ഹീറോയ്ക്ക് നിൽക്കാം. പക്ഷെ അവിടുന്ന് കഥ കുറച്ചുകൂടെ മുന്നിലേക്ക് പോകുന്നുണ്ട്. അയാൾ പോലീസ് സ്റ്റേഷനിൽ ഇവരെ സൂക്ഷിക്കുക എന്നുള്ള ബോർഡ് വരെ എത്തുന്നുണ്ട്. അങ്ങനെ ഒരു ജീവിതത്തിൽ പരാജിതനായി പോകുന്ന ഒരു നായകന് അന്ന് കാലത്തൊരു സംശയം തോന്നിയിട്ടുണ്ടോ എപ്പോഴെങ്കിലും? അതിനെ ഒരു ഇമേജ് വൈസ് അത് ബാധിക്കും എന്നുള്ളത്? എനിക്കങ്ങനെ തോന്നിയില്ല. കാരണം ലോഹിയുടെ എഴുത്ത് അത്രമാത്രം ശക്തമായിരുന്നു.
ആ സിനിമ തുടങ്ങുന്ന മൊമെൻറ്റിൽ നിന്ന് ആ സിനിമ അവസാനിക്കുമ്പോഴത്തേക്കും ഈ ഒരു കഥാപാത്രം വളർന്നു വരുന്നൊരു ഗ്രാഫ് വളരെ വ്യക്തമാണ്. കാരണം അച്ഛൻ്റെ ഒരു സ്വപ്നമാണ് സിനിമ തുടങ്ങുന്നത്. മകൻ പോലീസുകാരനായി വന്ന് അച്ഛനെ സല്യൂട്ട് ചെയ്യുന്നൊരു പോലീസ് ഇൻസ്പെക്ടറിൽ നിന്ന് ആ സ്വപ്നത്തിൽ നിന്നും സിനിമ അവസാനിക്കുന്നത് ഇപ്പോൾ പിഷാരടി പറഞ്ഞതുപോലെ ഈ അവിടുത്തെ KD ലിസ്റ്റിൽ നിന്നും ഒരാളുടെ ഒരു സ്പോട്ടിലേക്ക് എത്തുകയാണ്. അപ്പം ഒരു പോലീസ് ഓഫീസറിൽ നിന്നും ഒരു ക്രിമിനലായിട്ട് ആ കഥയുടെ അവസാനത്തിലേക്ക് എത്തുന്ന ഒരു നായകനാണ്. ഇതിൻ്റെ ഇടയിൽ ഈ ഒരു അക്കാലത്തെ നമ്മുടെ നായക സങ്കല്പങ്ങളോട് ചേർന്ന് നിൽക്കാത്തൊരു പര്യവസാനം ആ സിനിമയിലുണ്ട്. നായകൻ പരാജിതനാകാൻ, തോറ്റുകൊടുക്കാൻ, കീഴടങ്ങാൻ പോയൊരു നായകനാണത്. ഒരു ചാവേർ മനസ്സുമായിട്ടാണ് അയാൾ ആ മാർക്കറ്റിൽ പോയിരിക്കുന്നത്. അതിനോട് അതിൻ്റെ വിതരണക്കാരായ ആൾക്കാർ ആ കഥ കേട്ടിട്ട് അവരത് മാറ്റണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. കാരണം അവർ പറയുന്നത് മോഹൻലാലിനെ പോലെ ഒരു സൂപ്പർ ഹീറോ വന്നിട്ട് എന്നെ കൊന്നോളൂ, തല്ലിക്കോളൂ എന്ന് പറയുന്നിരിക്കുന്നത് പ്രേക്ഷകർ അംഗീകരിക്കില്ല എന്നൊരു. അതിന് ലോഹിദാസ് പറഞ്ഞ മറുപടി, എൻ്റെ നായകന്മാർ പരാജിതരാണ്, തോൽക്കുന്നവരാണ്. അതുകൊണ്ട് ഈ കഥാസന്ദർഭം അല്ലെങ്കിൽ ക്ലൈമാക്സ് മാറ്റിക്കൊണ്ട് ഈ സിനിമ ചെയ്യാൻ സാധിക്കില്ല എന്ന് പറഞ്ഞു. അവർക്കത് വഴങ്ങേണ്ടി വന്നു. അതാണ് പിന്നീട് ചരിത്രം ആയി മാറിയ. അതെ, ഇത്രയും കാലം കഴിഞ്ഞ് നമുക്ക് ചോദിക്കേണ്ടുന്ന ഒരു സിനിമയായിട്ട് അത് മാറിയിരിക്കുന്നത്.